പാഠം 204. മധുരം കയ്പാകുമ്പോൾ. ഈശ്വര, ഭമേ ഞാൻ ഇറങ്ങ. ഇത് കണ്ടോ മോഹനേട്ടാ, ഈ മാസികയിൽ എഴുതിയിരിക്കുന്നു നമ്മള് ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ മുഴുവൻ തെറ്റാന്ന്. രീതി തെറ്റാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോ നമ്മൾ 3 നേരമാണ് കഴിക്കുന്നത്. അത് 4 5 ആക്കണമെന്നാണോ പറയുന്നത്? എന്റെ പൊന്നെ എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ്. ഒന്നാമത് നമ്മൾ വളരെയധികം അരി കഴിക്കുന്നുണ്ട്. അത് ശരീരത്തിന് കേടാ. നൂറ്റാണ്ടുകളായി മലയാളികൾ 3 നേരവും അരിയാഹാരം കഴിച്ചാണ് ജീവിക്കുന്നത്. രാവിലെ അരിയൂണുണ്ടാക്കുന്ന പുട്ടോ അപ്പവോ ഒക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ചോറ്, അത്താഴത്തിന് പണ്ട് കഞ്ഞി മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും നമ്മുടെ പൂർവികന്മാർക്ക് ഒരു ദോഷവും പറ്റിയിട്ടില്ലല്ലോ. അത് പണ്ടല്ലേ മോഹനേട്ടാ. അന്ന് ആളുകൾക്ക് കൂടുതൽ അധ്വാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് കൂടുതൽ അരിയാഹാരം കഴിച്ചാലും പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ? അധ്വാനം കുറഞ്ഞു, അതുകൊണ്ട് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴെങ്കിലും നീ അത് സമ്മതിച്ചല്ലോ. എടീ, ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ രാവിലെയും വൈകുന്നേരവും ഓഫീസിലേക്ക് നടന്നു പോകുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ കുറച്ചു മാത്രം ഭക്ഷണം കഴിക്കുന്നത്. നിനക്കൊരു കാര്യം അറിയാമോ ഭാമേ? നിന്നെപ്പോലുള്ളവർ വയറ് നേരെ വലിച്ചു വാരി കഴിക്കുകയും എന്നിട്ട് ശരീരമനങ്ങാതെ ചടഞ്ഞുകൂടിയിരിക്കുന്നത് കൊണ്ടുമാണ് നിങ്ങൾക്കൊക്കെ അസുഖം വരുന്നത്. എനിക്ക് പറഞ്ഞ അസുഖങ്ങളൊന്നുമില്ല. അതിപ്പോ കുറച്ചു കഴിയുമ്പോ കാണാം എന്താകുമെന്ന്. പക്ഷെ ഈ മോഹനകൃഷ്ണന് ഈ ജന്മത്ത് ഇത്തരം ഒരസുഖം വരില്ല. കാരണം കൃത്യമായും വ്യായാമം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മോഹനേട്ടന് അസുഖം വരുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നാളെ മുതൽ ഉച്ചയ്ക്ക് ഊണിന് പകരം ചപ്പാത്തി ഉണ്ടാക്കിയാലോ എന്ന് തോന്നി, അതുകൊണ്ടൊന്ന് ചോദിച്ചു പോയതാ. വേണ്ട, അതങ്ങ് വിട്ടേക്കൂ. ആഹാ, വയ്ക്ക്. നമുക്കൊരു പാരമ്പര്യമുണ്ട്, സംസ്കാരമുണ്ട്. അത് ദൈവവിശ്വാസത്തിലും വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും മാത്രമല്ല, ഭക്ഷണത്തിലും ഉണ്ടാവണം. അരി എന്നത് മലയാളിയുടെ ദേശീയാഹാരമാണ്. നിന്നെപ്പോലുള്ള പരിഷ്കാരികൾ അത് ഉപേക്ഷിച്ച് സായിപ്പിന്റെയും ചൈനക്കാരന്റെയും ഭക്ഷണ രീതിയുടെ പിറകെ പോകുന്നത് വിവരമില്ലായ്മ കൊണ്ടാണ്. നല്ല മലയാളിയായി മലയാളം സംസാരിച്ച് കേരളീയ വസ്ത്രം ധരിച്ചു നടക്കുന്ന ഞാൻ നാളെ മുതൽ നൂഡിൽസ് വാരി കഴിക്കണം പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? മലയാളിക്ക് മലയാളിയുടെ ഭക്ഷണം, ചൈനക്കാരന് ചൈനക്കാരന്റെ ഭക്ഷണം. എനിക്ക് 3 നേരവും അരിയാഹാരം തന്നെ കിട്ടണം. ഞാൻ ഒരഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതങ്ങ് വിട്ടുകള. 3 നേരമെന്നല്ല, 5 നേരവും അരി തന്നെ പുഴുങ്ങിത്തരാം. പോരെ? നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഉച്ചയ്ക്ക് വക്കീൽ ഓഫീസിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഞാനും എന്റെ ഹസ്സും കൂടി രാവിലെ ബ്രെഡ് കഴിക്കും, ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിക്കും, രാത്രിയില് ഫ്രൈഡ് റൈസ് കഴിക്കുന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പ് ആളാവണം. അത് നടക്കില്ല. ഈ മോഹനകൃഷ്ണൻ ആടിമുടി ഒരു മലയാളിയാണ്. എനിക്ക് ഷുഗർ ഇല്ലെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇത്ര ചെറുപ്പത്തിൽ ആർക്കെങ്കിലും ഷുഗർ വരൂ? അതുകൊള്ളാം. അപ്പൊ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ സുന്ദരേശൻ വന്നപ്പോ പറയായിരുന്നല്ലോ. ഇവിടെ ആദ്യം ബ്ലഡ് എടുത്ത് പ്രൊഫസറിന്റെ അല്ലേ? അത് പിന്നെ വില്ലേജ് ഓഫീസിലെ സകലരുടെയും ബ്ലഡ് ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്തു തരുമെന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് സമ്മതിച്ചേ ഉള്ളൂ. ഇനിയിപ്പോ എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ വിചാരിക്കും എനിക്ക് ഷുഗർ ആണെന്ന്. സ്വയംപ്രഭയുടെ ശരീരത്തിൽ ഷുഗർ കാണില്ല, പക്ഷേ സ്വഭാവത്തിൽ ഷുഗർ കുറച്ച് കൂടുതലെന്നാണ് പലരും പറയുന്നത്. സാറേ, മെനഞ്ഞാന്ന് സുന്ദരേശൻ ബ്ലഡ് കൊണ്ടുപോയിട്ട് ഇന്നാ റിസൾട്ട് കൊണ്ടുവന്ന്. നമുക്കാർക്കും ഒരു പ്രശ്നമല്ലേ സാറേ? എന്റെയും പ്രഭയുടെയും ഷുഗർ നോർമൽ ആണെങ്കിലും ശിശുപാലൻ ചേട്ടന് ഷുഗർ ഉണ്ടാവുമെന്നാ ഞാൻ കരുതിയത്. ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? എന്റെ ഉപദേശം കൊണ്ട് ശിശുപാലൻ ദിവസവും രാവിലെ 8 കിലോമീറ്റർ ആണ് നടക്കുന്നത്.
അതുകൊണ്ടാണ് ഈ പ്രായത്തിലും ശിശുപാലന് ഒരു കുഴപ്പമില്ലാത്തത്. അല്ലേ ശിശുപാല? അത് നേരാ. സാറ് പറഞ്ഞതിന് ശേഷമാ ഈ നടപ്പ് തുടങ്ങി. അതിന്റെ ഗുണം ഇപ്പഴാ മനസ്സിലായേ. സാറിന്റെ റിസൾട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മോഹനേഷ്ടൻ. ശരി. മോഹനകൃഷ്ണ സാറിന്റെ ഒരു തുള്ളി ചോര എടുക്കാൻ സുന്ദരേശൻ നോക്കിയപ്പോ മോഹനകൃഷ്ണ സാർ കരഞ്ഞത് ഓർമ്മയുണ്ടോ? ഇപ്പോഴാ സാറിന്റെ പേടി മാറിയത്. സത്യത്തിൽ എന്റെ രക്തം പരിശോധിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. വെറുതെ 2 തുള്ളി രക്തം കളഞ്ഞു. മോഹനകൃഷ്ണൻ. ഈശ്വര, ഇതെന്താ ഇങ്ങനെ? 80 മുതൽ 120 വരെ നോർമൽ, 290 എനിക്ക്. ഇതെങ്ങനെ പറ്റി? അയ്യോ. സാറെന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഈ ഷുഗർ വരുന്നത് എങ്ങനെയാണെന്നൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താണ് പറയുന്നത്? കെമിസ്ട്രിയിൽ ഡിഗ്രി എടുത്ത സാറ് 10ാം ക്ലാസ് മാത്രം പാസ്സായി എന്നോട് ചോദിക്കുന്നത് തന്നെ ശരിയാണോ? അതല്ല ഉത്തമ. ഈ എന്റെ ഒരു ബന്ധുവിന് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അദ്ദേഹം വളരെ കുറച്ച് ഇത്രമാത്രം മധുരേ കഴിക്കൂ. രാവിലെയും വൈകുന്നേരം ഒരു 3-3.5 കിലോമീറ്റർ നടക്കും. സാറിനെ പോലെ. എന്നെ ഞാനല്ല, എന്റെ ബന്ധു. അദ്ദേഹം വളരെ കുറച്ച് മാത്രം മധുരം ഉപയോഗിച്ചിട്ടും നന്നായി വ്യായാമം ചെയ്തിട്ടൊക്കെ ഷുഗർ വന്നത് എങ്ങനെയാ? കൃത്യമായിട്ട് എനിക്ക് പറയാൻ അറിഞ്ഞൂടെ സാറേ. പക്ഷെ എന്റെ അമ്മ എങ്ങനെയായിരുന്നു? ഈ ബന്ധുവിനെ പോലെ നല്ല അധ്വാനം, കുറച്ച് ഭക്ഷണം, മധുരം കഴിക്കേയില്ല. പക്ഷെ ഷുഗർ വന്നു. ഡോക്ടറോട് ചോദിച്ചപ്പോ പറഞ്ഞു പാരമ്പര്യമാണെന്ന്. പിന്നെ ഈ എന്റെ അമ്മയുടെ അച്ഛന് ഷുഗർ ഉണ്ടായിരുന്നു. ഓഹോ. എന്താ സാറേ? എന്റെ അമ്മ, ഞാനീ പറഞ്ഞ ബന്ധുവിന്റെ അമ്മയ്ക്കും ഷുഗർ ഉണ്ട്. ഓ, അപ്പൊ അത് തന്നെ സാറേ കാര്യം. പിന്നെ സാറേ, സാറിന്റെ ബന്ധുവിനോട് ഇന്ന് എന്നെ വിളിച്ച് പറയണം, ശരിക്കൊന്ന് സൂക്ഷിച്ചോളാം. ഈ ഷുഗർ കൂടിയ പിന്നെ പിടിയിട്ടൂല. നമുക്ക് കയ്യിൽ ഒരു ചെറിയ മുറി വന്നു കഴിഞ്ഞാൽ ഉണങ്ങൂല. ചിലപ്പോ കൈ ഇവിടെ വെച്ച് മുറിച്ച് കളയേണ്ടി വരും. പിന്നെ കാഴ്ച കുറയും. സാറേ, ഷുഗർ വന്ന ചത്തേന് തുല്യ. ചത്തുവാകും. ജീവിക്കാൻ വലിയ പാടാണെന്നേ. കുറച്ച് അത്യാവശ്യമുണ്ട്. ഞാൻ പോട്ടെ. ആ ബന്ധുവിനോട് ഇന്നെ വിളിച്ച് പറയണേ, മറക്കല്ലേ. ആ ബന്ധു ഞാനാണ് ഉത്തമനറിഞ്ഞാൽ, നാട്ടുകാരറിഞ്ഞാൽ എന്തെങ്കിലും വഴി ആലോചിച്ചേ പറ്റൂ. ഈശ്വര, എന്റെ കൈകൾ. നാളെ തന്നെ ഭാമാരേത് ഡോക്ടറെ പോയി കാണണം. ഈശ്വര, എങ്ങോട്ട് പോണം? ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. ശരി, ഒരു 10 മണി കഴിയുമ്പോൾ ഓഫീസിലേക്ക് വന്നോളൂ. ഇല്ലില്ല, 11:30 ആകുമ്പോൾ ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് പോകും. അത് ശരിയാവില്ല. എന്നെ കാണണമെങ്കിൽ 10:30 മണിക്ക് മുമ്പ് തന്നെ വരണം. മോഹനേട്ടാ, ചായ. എന്തുപറ്റി രാവിലെ തന്നെ ഒരു ഉടക്ക്? ഞാനൊരു വില്ലേജ് ഓഫീസറാണ്. ചിലപ്പോ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വരും. ഓ, ശരി. എന്താ നീ ഇതിൽ പഞ്ചസാര ഇട്ടോ? ഈ ചായ എനിക്ക് വേണ്ട. അതെന്താ? ഇന്നു മുതൽ ഞാൻ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. കാരണം എന്താ? ഈ പഞ്ചസാര എന്ന് പറയുന്നത് ശരീരത്തിന് ഭയങ്കര ദോഷമുള്ള കാര്യമാണ്. ലോകാരോഗ്യ സംഘടന ഇതിനെ വിളിക്കുന്നത് വെളുത്ത വിഷം എന്നാണ്. അത് നിനക്കറിയോ?
ഇന്ന് രാവിലെയാണോ ലോകാരോഗ്യ സംഘടന ഈ കണ്ടുപിടുത്തം നടത്തിയത്? ഇന്നലെയും പഞ്ചസാര വെളുത്ത വിഷം തന്നെ അല്ലായിരുന്നോ? രാവിലെയും വൈകുന്നേരവും മോഹനേട്ടൻ പഞ്ചസാര ഇട്ട് തന്നെയാണ് കുടിച്ചതും. ഇന്നലെ ഒരു തെറ്റ് ചെയ്തെന്ന് കരുതി ഇന്നും അത് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. പക്ഷേ തെറ്റ് തിരുത്തുന്നതിന് മുന്നേ എന്നോട് കൂടി ഒന്ന് പറയണമായിരുന്നു. അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട ചായ കുടിക്കേണ്ടി വരും. ഞാനിത് കുടിക്കുന്ന പ്രശ്നമില്ല. ആകെ ഉണ്ടായിരുന്ന പാല് കൊണ്ടാണ് ചായ ഉണ്ടാക്കിയത്. എന്നത്തെയും പോലെ പഞ്ചസാര ഇട്ടു. ഇനി ഒന്നെങ്കിൽ ഇത് കുടിക്കുക, അല്ലെങ്കിൽ ചായ വേണ്ടെന്ന് വെക്കുക. വേറെ ഒരു വഴിയില്ല. ആളെക്കൊല്ലാൻ ഓരോ പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വീട്ടിൽ പഞ്ചസാര വാങ്ങുന്ന പ്രശ്നമില്ല. പിന്നെ ഇന്നലെ നീ പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചു. അപ്പൊ അതില് കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നി. എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണെന്ന് മോഹനേട്ടന് തോന്നിയോ? ഒരു മിനിറ്റ്. എന്താ നോക്കുന്നത്? അല്ല, കാക്ക മലർന്നു പറക്കുന്നുണ്ടോ എന്ന് നോക്കിയതാ. ഒരു കാര്യം പറയാൻ വരുമ്പോ കളിയാക്കരുത്. സത്യമായിട്ടും കളിയാക്കിയതല്ല. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യമെങ്കിലും ശരിയാണെന്ന് മോഹനേട്ടൻ സമ്മതിച്ചിട്ടുണ്ടോ? ശരി, ഞാൻ പറഞ്ഞ ആ ശരിയായ കാര്യം എന്താണ്? ഈ 3 നേരം അരിയാഹാരം കഴിക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അത് കൊള്ളില്ലാന്ന് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോ അതില് കാര്യമുണ്ടെന്ന് തോന്നി. ഈ ഇന്ന് മുതൽ 1 നേരം അരിയാഹാരം മതി, ബാക്കി നമുക്ക് ഗോതമ്പാക്കാം. അതെങ്ങനെ ശരിയാവും മോഹനേട്ടാ? അരിയെന്ന് പറയുന്നത് കേരളത്തിന്റെ ദേശീയ ആഹാരമല്ലേ? അത് ഉപേക്ഷിക്കാൻ പാടുണ്ടോ? ഉപേക്ഷിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ച പോരല്ലോ. കേരളത്തിലിപ്പോ നെൽകൃഷി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. ആകപ്പാടെ കുട്ടനാടും പാലക്കാടും കുറച്ച് കൃഷി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെ മലയാളികൾ മുഴുവൻ ആഹാരം കഴിക്കും? ആന്ധ്രയിലും ബംഗാളിലും അരി ഉണ്ടല്ലോ, അവിടുന്ന് വാങ്ങാം. അല്ല, അങ്ങനെ ആന്ധ്രയിൽ നിന്നും മറ്റുമൊക്കെ വരുന്ന ആഹാരം എങ്ങനെയാ കേരളത്തിന്റെ ദേശീയ ഭക്ഷണമാവുന്നത്? അത് മാത്രമല്ല, ഈ പറഞ്ഞ സ്ഥലങ്ങളിലും നെൽകൃഷി നിന്നുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? 10-50 കൊല്ലം കഴിയുമ്പോ ആന്ധ്രയിലും ബംഗാളിലും കൃഷി ഉണ്ടാവില്ലെന്നാ പറഞ്ഞു കേൾക്കുന്നത്. 50 കൊല്ലം കഴിയുമ്പോഴേക്കും മോഹനേട്ടന്റെ പ്രായം 80 വയസ്സ് കഴിയും. ആ പ്രായത്തിൽ അരിയാഹാരം പോയിട്ട് വായു ഭക്ഷണം പോലും വേണ്ടി വരില്ല. നീ ഇന്നലെ പറഞ്ഞ കാര്യം ശരിയാണെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ അത് സമ്മതിക്കാത്തതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നും ആലോചിക്കാതെ ഞാനൊരു തീരുമാനം എടുക്കില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ മുതൽ 1 നേരമേ ഞാൻ അരിയാഹാരം കഴിക്കൂ. അതും ഇത്ര. ആയിക്കോട്ടെ. പക്ഷേ ഇന്നലെ പറഞ്ഞതൊക്കെ ഇത്ര പെട്ടെന്ന് വിഴുങ്ങിയത് കൊണ്ട് ഒരു സംശയം ചോദിച്ചതാ. അത് ക്ഷമിച്ചേക്ക്. അരിഭക്ഷണം വേണ്ട, പഞ്ചസാര വേണ്ട. സാധാരണ ഷുഗർ വരുമ്പോഴാണ് ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനിയിപ്പോ അല്ല, മോഹനേട്ടൻ എങ്ങനെ ഷുഗർ വരും? രാവിലെ നടന്ന് ആഫീസിൽ പോകുന്നു, ഇത്തിരി മാത്രം കഴിക്കുന്നു. ഒരു സാധ്യതയില്ല. പിന്നെ മോഹനേട്ടന്റെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് എന്നത് മാത്രമാണ് ഒരു പ്രശ്നം. അവൾക്ക് മനസ്സിലായി കാണോ?